പൊങ്കാലയെ വരവേൽക്കാൻ അനന്തപുരിയും ആറ്റുകാൽ ക്ഷേത്രവും ഒരുങ്ങി. രാവിലെ 10:30 പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 2:30 നിവേദ്യം. പൊങ്കാല സമർപ്പണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് 24 ഒരുക്കിയിരിക്കുന്നത്. സ്മിത ഹരിദാസിലേക്കാണ് ആദ്യം പോകുന്നത്. സ്മിത, ഭക്തിസാന്ദ്രമാണ് അന്തരീക്ഷം. എന്തൊക്കെയാണ് വിവരങ്ങൾ ക്ഷേത്ര പരിസരത്ത്? അത് ഉന്മേഷ്, തികച്ചും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. കിലോമീറ്ററുകളോളം നീളുന്ന നിരയാണ്. പക്ഷേ കൃത്യമായി തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പോലീസും ഒക്കെ അതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ക്ഷേത്ര ദർശനം, ഇന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ തുടങ്ങിയതാണ് ഈ ഉത്സവം. ഇന്നിപ്പോൾ പൂരം നാളാണ്. പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ഈ ദിവസത്തിലാണ് പൊങ്കാല ഉത്സവം. അപ്പോൾ പൊങ്കാലയ്ക്കായി എത്രയോ ദിവസങ്ങളായി ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തരുണ്ട്. ദിവസങ്ങളോളം വ്രതമെടുത്തെത്തുന്നവരുണ്ട്. 7 ദിവസം, 5 ദിവസം, 3 ദിവസം, 1 ദിവസം അങ്ങനെ വ്രതമെടുത്തെത്തുന്ന ഭക്തരുണ്ട്. പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഒക്കെ സൂക്ഷിക്കുന്നതിൽ, സാംസ്കാരിക തനിമ നിലനിർത്തുന്നതിലൊക്കെ തന്നെ ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തുകാരെല്ലാവരും തന്നെ എന്ന് വേണം പറയാനായിട്ട്. ഇവിടെ എത്തുന്ന ഭക്തരെ സ്വീകരിക്കുന്നതിന്, അവർക്ക് പൊങ്കാലയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് ഈ പരിസരത്തുള്ള എല്ലാവരും തന്നെ സന്നദ്ധരാണ് എന്നുള്ളതാണ്. ആ ഒരു ഐക്യം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ നീണ്ട നിര കണ്ടോ, ഇത് ഇന്ന് രാവിലെ എത്രയോ നേരത്തെ തുടങ്ങിയതാണ് ഈ നീണ്ട നിര. ഒരു നോക്ക് ദേവിയെ കണ്ട് ദേവീ ദർശനം നടത്തിയതിന് ശേഷം വീണ്ടും അവരവരുടെ പൊങ്കാല അടുപ്പുകൾക്ക് അരികിലേക്ക് പോവുക. കൃത്യം 10:30 ക്ഷേത്രത്തിൽ നിന്ന് തന്ത്രി മേൽശാന്തിക്ക് ദീപം കൊളുത്തി അത് കൈമാറുന്നു. അത് നടക്കിലുള്ള പാട്ടുപുരയ്ക്കടുത്തുള്ള പണ്ടാര അടുപ്പിലേക്ക് പുണ്യാഹം തളിച്ചതിനു ശേഷം അടുപ്പ് കൂട്ടി അതിലേക്ക് തീ പകരുന്നതോടെ, അഗ്നി പകരുന്നതോടെ പൊങ്കാല നിവേദ്യത്തിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കമാകും. അതിനുശേഷമാണ് ഭക്തജനങ്ങളെല്ലാവരും തന്നെ അവരവരുടെ പൊങ്കാല അടുപ്പുകളിൽ മൺകലങ്ങളിൽ വെള്ളം ഒഴിച്ച് അത് തീ വയ്ക്കുന്നു. അത് പഞ്ചഭൂതാത്മകം എന്നുള്ള ആ ഒരു വിശ്വാസമാണ്. മൺകലം തന്നെ ഉപയോഗിക്കണം എന്നുള്ളൊരു വിശ്വാസം. മണ്ണ് ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നു. മണ്ണും സൂര്യനും വായുവും അഗ്നിയും ജലവും അങ്ങനെ പഞ്ചഭൂതങ്ങളെ ഒരുമിച്ച് ആവാഹിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം തന്നെ ആ അഗ്നിയിൽ ഹോമിക്കപ്പെടുന്നു. ഒരുപാട് നന്മകളിലേക്കുള്ള ഒരു വെളിച്ചം പകരുന്നതിന് ഈ പൊങ്കാല നിവേദ്യത്തിൻ്റെ തുടക്കമാകുന്നു എന്നുള്ളതാണ് വിശ്വാസം. ആ വിശ്വാസം തന്നെ കൈക്കൊണ്ട് മുൻവർഷങ്ങളെക്കാളൊക്കെ കൂടി വരികയാണ് തിരക്ക് എന്നാണ് ഇത്തവണ ഓരോ പോലീസുകാരോടാണെങ്കിലും അധികൃത ക്ഷേത്രം ഭാരവാഹികളോടാണെങ്കിലും നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കഴിഞ്ഞ വർഷം 5 ലക്ഷത്തിലേറെ പോയെങ്കിൽ ഇത്തവണ അതിലുമേറെയാകും തിരക്ക് എന്നാണ് ഇവരുടെ ഒരു കണക്കുകൂട്ടൽ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ശനി ഞായർ ദിവസങ്ങളാണ്. ഇന്നലെ മുതൽ തിരക്കായിരുന്നു. ഇന്നും ഞായർ ദിവസമാണ്, അവധി ദിവസമാണ്. അതിൻ്റെ ഒരു തിരക്കുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും തന്നെ നിരവധി ഭക്തർ കൂട്ടത്തോടെ തന്നെ വന്ന് 2-3 ദിവസങ്ങളായി ഇവിടെ തന്നെ ഉണ്ടവർ. ചിലരൊക്കെ തന്നെ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു ഇന്നലെ മുഴുവനും. അത് പൊങ്കാല അടുപ്പുകൾ നഗരത്തിൽ മുഴുവനും, റോഡുകളിൽ മുഴുവനും ഈ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ കൃത്യം 10:30 പൊങ്കാല നിവേദ്യം. അതിനുള്ള അടുപ്പ് കൂട്ടി പണ്ടാര അടുപ്പിൽ അഗ്നി പകരുക. അത് കഴിഞ്ഞ് 2:30 മണി വരെയാണ് ഈ നിവേദ്യം തയ്യാറാക്കുന്നതിനുള്ള സമയം. നിവേദ്യം തയ്യാറാക്കി ആദ്യ നിവേദ്യം പണ്ടാരടുപ്പിലെ ആ പൊങ്കാലയിൽ നിന്ന് ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും ചേർന്നാണ് നേദിക്കുക. അതിനുശേഷം അത് പുറത്തേക്ക് ശാന്തിമാർ കൊണ്ടുപോയി ആ പുണ്യാഹം തളിച്ച് കഴിയുമ്പോൾ നിവേദ്യം പൂർത്തിയായി കഴിയും. അന്ന് നിവേദ്യച്ചോറ് കഴിച്ചാണ് ഈ വ്രതാനുഷ്ഠാനങ്ങൾക്ക് അവസാനമാകുന്നത്. നാളെ ഉത്രം നാളിലാണ് ക്ഷേത്രത്തിൻ്റെ ശരിക്കുള്ള ഉത്സവം തീരുക. പക്ഷേ ഈ 7 ദിവസവും ഇത്തവണ നമ്മൾ തിരുവനന്തപുരത്തുള്ളവരോട് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ 7 ദിവസവും തന്നെ അഭൂതപൂർവമായ ഭക്തജനങ്ങളുടെ തിരക്കാണ്. പ്രഭാതം മുതൽ രാത്രിയാകും വരെ, രാത്രി വൈകും വരെ ഉണ്ടായിരുന്നത്. രാത്രി 12 മണിക്ക് ദീപാരാധന, പ്രത്യേക ദീപാരാധനയാണ്. അത് കഴിയും വരെ ഈ രീതിയിലുള്ള തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നേരം പുലരും മുൻപേ തുടങ്ങിയ നീണ്ട നിരയായിരുന്നു തിരുവനന്തപുരം നഗരം കണ്ടത്. ആ നിര ഇങ്ങനെ വന്ന് ക്ഷേത്ര ദർശനത്തിനുള്ള നിരയിലേക്ക് എത്തുമ്പോഴേക്കും ഒരു വിഭാഗം ആളുകളെ കടത്തിവിടുന്നു. അതിനുശേഷം ഒരല്പം ഇടവേള, അതിനുശേഷം വീണ്ടും. എന്നിട്ട് പോലും തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടെയുള്ളവർ പാടുപെടുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷമയോടെ ഭക്തർ കാത്തു നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഉന്മേഷ്, നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്നത് എത്ര നിയന്ത്രിച്ചിട്ടും
നിലയ്ക്കാൻ പറ്റാത്ത അത്രയും ഒരു പ്രവാഹം, ഭക്തജന പ്രവാഹം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത്തവണ കാര്യങ്ങൾ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലത്ത് ക്ഷേത്ര ദർശനത്തിന് എത്താൻ കഴിയാതെ വന്നത്, പൊങ്കാലയിടാൻ കഴിയാതെ വന്നത് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും. ഭക്തർ കഴിഞ്ഞ വർഷവും 5 ലക്ഷത്തിലേറെ പോയിരുന്നു. ഭക്തരുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു കണക്കല്ലെങ്കിൽ പോലും 5 ലക്ഷത്തിലേറെ വന്നു അതെന്നുള്ളതാണ്. ഇത്തവണ അതിനേക്കാൾ കൂടുതലാണ്. ഓരോ ദിവസങ്ങളായി ഈ ഉത്സവ നാളുകളിൽ ഇവിടെ എത്തിച്ചേർന്ന ഭക്തരുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി ഇന്നത്തെ പൊങ്കാല ദിവസത്തിൻ്റെ ഈ ഒരു തിരക്ക് നമുക്ക് മനസ്സിലാക്കാൻ. ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാം, മണിക്കൂറുകളോളം കാത്തിരുന്ന് ദേവീ ദർശനത്തിനെത്തിയ ഭക്തർ നാമജപങ്ങളോടെ, മന്ത്രോച്ചാരണങ്ങളോടെ, ഒരൊറ്റ മനസ്സോടെ അവർ ദേവീ സന്നിധിയിലേക്ക് എത്തുകയാണ്. ദേവീ ദർശനം നടത്തിയതിനു ശേഷം പൊങ്കാല അർപ്പിക്കാനായി, പൊങ്കാല ഇടുന്നതിനായി അങ്ങോട്ടേക്ക് പോകും. അതിനുശേഷം നിവേദ്യം. ശരി സ്മിത, തുടരുക. സ്മിതയിലേക്ക് എത്താം. ശ്രീനിത കൃഷ്ണൻ കൂടി ഇപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്താണ് ശ്രീനിതയുള്ളത്. ശ്രീനിത, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, തലസ്ഥാന നഗരിക്ക് ഇപ്പോൾ ഒരു കാഴ്ചയേ ഉള്ളൂ, ഭക്തിസാന്ദ്രമായ തലസ്ഥാന നഗരി. എല്ലായിടത്തും സ്ത്രീജനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം അർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ക്ഷേത്രത്തിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 10:30 മണിക്ക് പണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്നതോടെ ഇവിടെയുള്ള ഈ അടുപ്പുകളിലെല്ലാം പിന്നീട് അടുപ്പുകളെല്ലാം ജ്വലിക്കാൻ തുടങ്ങും. ചേച്ചിമാരൊക്കെ കാത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിലാണ്. ഇവിടെ എല്ലാവരും അതിനുള്ള ഒരുക്കങ്ങളാണ്. ചേച്ചി എവിടെന്നാ വരുന്നേ? ഞാൻ അരുവിക്കര. എല്ലാ വർഷവും വരാറുണ്ടോ? അത് ആദ്യത്തെ തവണയാണോ? അല്ല, വരും. എത്ര വർഷം വന്നിട്ടുണ്ട് ഇപ്പോ? 7-8 വർഷം വന്നു. 7 വർഷം. ഇതെന്തുട്ടാ ഉണ്ടാക്കുന്നത്? ഇത് തെരളി, കുമ്പളപ്പം. അത് നമ്മുടെ ഈ നിവേദ്യം കൂടാതെയുള്ള തെരളിയാണല്ലേ? അത് വേറൊരു പ്രസാദാണല്ലേ? വേറെ ഇങ്ങനെ എല്ലാവരും ചെയ്യണത് തന്നെ നേർച്ചയായിട്ടൊക്കെ. പായസം കൂടാതെ, തെരളി കൂടാതെ പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാക്കാറ്? മണ്ടപ്പുറ്റ്, അട, അങ്ങനെയൊക്കെ ഉണ്ടാക്കല്ലേ. തിരക്ക് എങ്ങനെയാ? ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ തിരക്ക്? ഇല്ല, വർഷത്തിലൊരിക്കലേ ഉള്ളൂ. അപ്പോൾ വർഷത്തിലൊരിക്കലുള്ള ഈ തിരക്കൊന്നും കുഴപ്പമില്ല. നമുക്ക് ആറ്റുകാലമ്മ തന്നെ ശരണം എന്നുള്ള രീതിക്കാണ് ചേച്ചിമാർ പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലായിടത്തും 1 ഇഞ്ച് പോലും സ്ഥലം ബാക്കിയില്ലാതെ ചേച്ചിമാർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാ ഇവിടെ സജ്ജീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തേങ്ങ ചെരുകുന്ന ചേച്ചി എവിടുന്നാ വരുന്നേ? അയ്യോ, ഇങ്ങനെയൊന്നും മാറി നിന്നൂടാ. നമ്മൾ നിങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കാനല്ലേ വരുന്നത്? ഞങ്ങൾ വെമ്പായ പോത്തൻകോട്. എല്ലാ തവണ വരാറുണ്ടോ? എല്ലാ തവണയും വരാറുണ്ട്, മാക്സിമം വരാറുണ്ട്. ഓടിപ്പോരുത് കേട്ടോ, നിങ്ങളുടെ വിശേഷം ചോദിക്കാനല്ലേ നമ്മൾ വരുന്നത്. ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ ഓക്കെ ആയോ? എല്ലാം ശരിയാണ്. തുടങ്ങി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ ഒന്ന് ഇപ്പൊ തുടങ്ങി വരുന്നോണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഭയങ്കര വെയിലായിരിക്കും, എന്ത് ചെയ്യും? അല്ല, അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് സോ. ഓക്കെ, അപ്പോൾ ചൂടൊന്നും പ്രശ്നമില്ല, എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം വലിയ ചൂട് വരുമ്പോൾ ചേച്ചിമാരൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഈ ത്രൂ ഔട്ട് മണിക്കൂറുകളോളം ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പം കൃത്യമായി വെള്ളം കുടിക്കുക, സംഭാരം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഇങ്ങോട്ട് പറയാണ് ഞങ്ങളതെല്ലാം ശ്രദ്ധിക്കുന്നു. പ്രവിതാലക്ഷ്മി കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് പ്രവിതാലക്ഷ്മി ചേരുന്നത്. പ്രവിത, നേരത്തെ സ്മിത സൂചിപ്പിച്ചിരുന്നു അവിടുത്തെ കാഴ്ചകൾ, തിരക്ക്, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമൊക്കെ. പ്രവിത പറയൂ. ഗുഡ് മോർണിംഗ് ഉന്മേഷ് തന്നെ ഹെഡ്ലൈൻസിൽ സൂചിപ്പിച്ചല്ലോ 2 മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് താപനില കൂടാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഇവിടെ എത്തുന്ന ഈ പൊങ്കാലയുടെ ഇടയിൽ, അതായത് ഇത്രയധികം പൊങ്കാലക്കലങ്ങൾ അടുപ്പിച്ച് ആണ് സാധാരണ ഇവിടെ പൊങ്കാല അടുപ്പ് കൂട്ടാനൊന്നും അത്രയധികം സ്ഥലം കിട്ടാറില്ല. അപ്പം അങ്ങനെ അടുത്തടുത്ത് പൊങ്കാല അടുപ്പുകൾ കൂട്ടി അതിൽ നിന്നുള്ള ആ ഒരു ചൂടും ഒപ്പം തന്നെ ഈ വെയിലിൻ്റെ ചൂടും എല്ലാം കൂടി ആവുമ്പോൾ അതിൻ്റെ കാഠിന്യം ഇരട്ടിയാകും. ഈ കാഠിന്യമൊക്കെ മറികടന്നും ഭക്തരെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകമേ ഉള്ളൂ. അത് ആറ്റുകാലമ്മ എന്നുള്ള ആ ഒരു ഒറ്റ കാര്യമാണ്. അവർക്കെല്ലാം ഇതെല്ലാം ഭക്തിയാണ്. ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉന്മേഷനും പ്രേക്ഷകർക്കും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എത്രത്തോളം തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഇവരെല്ലാം ക്ഷേത്ര ദർശനത്തിന് ശേഷം അവരുടെ കലങ്ങൾ വെച്ചിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനായി യാത്ര ചെയ്യുന്ന ആളുകളാണ്. അവിടേക്ക് നടക്കുകയാണ് ഇവരെല്ലാം. ഈ ക്ഷേത്രത്തിൽ നിന്ന് 20 കിലോമീറ്റർ ചുറ്റളവിലാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കായുള്ള പൊങ്കാല അടുപ്പുകൾ കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്കൊക്കെ എത്താനുള്ള തിരക്കിലാണ് ഭക്തർ. ആറ്റുകാൽ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ്
പൊങ്കാല സമർപ്പണം നടത്തേണ്ടത്. അതുകൊണ്ടാണ് ഇത്രയധികം തിരക്ക് അനുഭവപ്പെടുന്നത്. ഇന്നലെയാണെങ്കിൽ ചോറ്റാനിക്കരയിൽ മകം തുഴലായിരുന്നു. അതിനുശേഷം ഇവിടേക്ക് എത്തുന്ന നിരവധി ഭക്തരുണ്ട്. രണ്ടിടത്തും ദേവി പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് തന്നെ ദേവി ഭക്തരായിട്ടുള്ള ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ചെറിയ കുട്ടികൾ താലപ്പൊലിക്കായി എത്തിയിട്ടുണ്ട്. അവരുടെ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് കാണിക്കാമെന്ന് കരുതുന്നു. ഒപ്പം തന്നെ ചെറിയ ബാലന്മാരുടെ കുത്തിയോട്ടം അതുണ്ട്. അതിനുശേഷമാകും ഈ ഉത്സവം സമാപിക്കുക. ഈ ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതിനെല്ലാം ഒരു പരിസമാപ്തിയാവുക നാളെയാണ്. ഇന്നിപ്പോൾ ഉത്സവത്തിൻ്റെ 9ാം ദിവസമാണ്. പൂരം നാളിലാണ് പൊങ്കാല മഹോത്സവം നടക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഒപ്പം തന്നെ വിദേശത്തു നിന്ന് പോലും പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി മാത്രം എത്തുന്ന നിരവധി പേരെ ഇവിടെ ഞാൻ കണ്ടിരുന്നു. UAE-യിൽ നിന്നൊക്കെ ഈ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി മാത്രം 2 ദിവസത്തേക്ക് വേണ്ടിയൊക്കെ വരുന്ന ഭക്തരുണ്ട്. അത്രയധികം ഭക്തിയാണ്. ഓരോ വർഷവും കഴിയും തോറും ഇവിടെ ഭക്തജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി ശരിയാണ് പ്രവിധ, ഭക്തജന തിരക്ക് വർദ്ധിക്കുന്നതേ ഉള്ളൂ ഓരോ വർഷം കഴിയും തോറും.